ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണസദ്യ വിഭവങ്ങൾ തുടങ്ങുകയാണ് ഓരോന്നായിട്ട് ചെയ്യാൻ. ഇന്ന് ചെയ്യുന്നത് പുളിങ്കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 250 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം വെള്ളത്തിലിടാവൂ. കഴുകി വെള്ളം വാർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം ഒഴിച്ച് വയ്ക്കരുത്. ആകെ 2 ഗ്ലാസ് വെള്ളം, അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം പുതരാൻ വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം പച്ചമുളകും എടുക്കുക. ഇനി അത് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി തുടർന്നുള്ള വീഡിയോകളിലെല്ലാം സദ്യയുടെ വിഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവുന്നതാണ്. കൃത്യമായ അളവിൽ തന്നെയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഞ്ചിയും പച്ചമുളകും ഇതേപോലെ തന്നെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല എരിവുള്ള മുളക് നോക്കി എടുക്കണം. 50 ഗ്രാമാണ് ഇഞ്ചി എങ്കിൽ അതേ അളവിൽ തന്നെയാണ് മുളകും എടുക്കേണ്ടത്. ഇനി ഇത് അരിഞ്ഞത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വെള്ളം പാർന്ന് മാറ്റി വെച്ച പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം. ആ 2 ഗ്ലാസ് വെള്ളം പാർന്ന് അതിൽ തന്നെ പിഴിയണം. കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. ഒരുപാട് ലൂസാക്കി പിഴിഞ്ഞെടുക്കാൻ പാടില്ല. കുറേശ്ശെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടിയിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ചണ്ടിയൊന്നും പെടാതെ നോക്കണം. ഇനി ഗ്യാസ് കത്തിച്ച് വറുത്തെടുക്കാൻ പാകപ്പെട്ടൊരു പാത്രം, ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അത് ചൂടായതിന് ശേഷം ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 സ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടതിന് ശേഷം ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതവിടെ തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഒരു 100 ഗ്രാം എണ്ണയോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. നന്നായി വാടി കിട്ടണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായി വാട്ടി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് ചട്ടി വെച്ചിട്ട്, ചട്ടിയാണ് പുളിങ്കറി വയ്ക്കാൻ നല്ലത്. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചു കൊടുക്കുക. ആ പുളി തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് എള്ള് വറുത്തെടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ എള്ളാണ് എടുക്കുന്നത്. അതിൽ നല്ല പൂഴിത്തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി അരിച്ചതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം എള്ളിട്ട് കൊടുത്ത് ആദ്യം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായി വറുത്തെടുക്കുക. നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മൾ പുളി തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. പുളി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒന്ന് തള വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. 7 അണി ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അതിൽ 6 ആണിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരാണി ഞാൻ മാറ്റി വെച്ചതാണ്. എന്ന് വെച്ചാൽ ഇനി മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 6 ആണി ശർക്കര തന്നെ മതി. അപ്പോൾ ഒരാണി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ശർക്കര ഉരുകണോ നോക്കാം. അതിൽ 1-2 ശർക്കര ശരിക്കും ഉരുകിയിട്ടില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ജീരകവും ഉലുവയും പൊടിയാണ്. അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണം. ഇനി അത് ഇട്ട് കൊടുക്കാം. എള്ള് അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് അതുപോലെ ഫൈനായി പൊടിയത് 1-2 കറക്ക് കറക്കിയാൽ മതി. ഒരു ചതുക്കിയ പോലെ ആകാവും. ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ട പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം വാട്ടി വെച്ച ഇഞ്ചി പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഓണം കാറ്ററിങ്ങിന് ഉണ്ടാക്കി കൊടുക്കുന്ന പുളിങ്കറി തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പ് പാകമായിരുന്നു. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടി ആയതുകൊണ്ടാണ് അത് ഇറക്കി വെച്ചാലും തീ അണച്ചാലും അത് തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാം. അടുത്ത വീഡിയോ കാണാം.